അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, 89-ാമത്തെ സൂറത്ത് ഫജ്റിലെ ആദ്യത്തെ 5 ആയത്തുകളുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നത്. തുടർന്ന് അങ്ങോട്ട് 14-ാമത്തെ ആയത്ത് വരെയുള്ള ഭാഗമാണ് ഇനി പറയാൻ പോണത്. ഈ സൂറയിൽ ആകെ 30 ആയത്തുകളാണുള്ളത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ് التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب إن ربك لبالمرصاد. ജബ്ബാർ തൻ്റെ സ്ഥിരം പല്ലവിയാണ് ഈ സൂറത്തുമായും ആദ്യന്തം പാടിയിട്ടുള്ളത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ചുറ്റുപാടിലുള്ള ആളുകളുടെ കവിതാ രീതികളനുസരിച്ച് ചില വാക്കുകൾ കൂട്ടിച്ചേർത്ത് വെച്ച് കവിതാ രൂപം ഉണ്ടാക്കുകയായിരുന്നു. പിന്നെ കുറേ ജാഹിലി വിശ്വാസം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിരുന്നില്ല. അതുപോലെ നാട്ടിൽ പ്രചരിച്ച കെട്ടുകഥകൾ അതെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് കുറേ കെട്ടുകഥകൾ പറയുകയാണ് ചെയ്യുന്നത്. ഈ 14 വരെയുള്ള ആയത്തുകളുമായി ബന്ധപ്പെട്ട് ജബ്ബാർ പറഞ്ഞിട്ടുള്ളതാണ്. അതിനൊരു മുൻകൂർ ജാമ്യവും മൂപ്പരെടുക്കുന്നുണ്ട്. മക്കി സൂറത്തുകളിൽ ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ് എല്ലാറ്റിലും ഉള്ളത്. അപ്പോൾ അതോടുകൂടി മൂപ്പരുടെ ബാധ്യത കഴിഞ്ഞു. അതിന് കൂടുതൽ വിശദീകരിക്കാണ്ടില്ല. എന്നാലും മൂപ്പർ വിശദീകരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ ഓതുകയും അർത്ഥരഹിതമായിട്ടുള്ള എന്തോ ചില വാചാടോപങ്ങൾ തൻ്റെ ബുദ്ധിയിൽ തൻ്റെ യുക്തിയിൽ തോന്നുന്ന ചില സംഗതികൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഖുർആനിനെ വിമർശിക്കുന്നു എന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം മുഫസ്സിറുകൾ നൽകുന്ന വിശദീകരണം എടുത്തു പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും ഖുർആനെ വിമർശിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു സംഗതി. ഇത് ഞാൻ നേരത്തെ ഖുർആനിൻ്റെ ഉത്ഭവം എന്ന് പറയുന്ന ജബ്ബാറിൻ്റെ എപ്പിസോഡുകൾക്ക് മറുപടി പറഞ്ഞപ്പം പറഞ്ഞിട്ടുള്ള സംഗതിയാണിത്. ഇവിടെ വൽ ഫജ്ർ വലയാലിൻ അശ്ർ, പ്രഭാതത്തെ കൊണ്ടും 10 രാത്രികളെ കൊണ്ടും സത്യം. വശഫേ വൽ വത്ർ, ഇരട്ടയും ഒറ്റയും കൊണ്ട് സത്യം എന്ന് പറഞ്ഞാൽ ഇരട്ടയും ഒറ്റയും സംബന്ധിച്ച് ജബ്ബാർ വല്ലാതെ പ്രസംഗിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇരട്ടയും ഒറ്റയും എന്നുള്ളത് ശാസ്ത്രയുഗത്തിന് മുമ്പുള്ള, ഇപ്പോഴാണല്ലോ ശാസ്ത്രം തുടങ്ങിയത്, ജബ്ബാറിൻ്റെ കാലം തൊട്ടായിരിക്കും ശാസ്ത്രം തുടങ്ങിയിട്ടുള്ളത്. ശാസ്ത്രയുഗത്തിനൊക്കെ മുമ്പുള്ള കാലഘട്ടത്തിൽ ആളുകളുടെ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട ചില സംഗതികളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നെന്താണെന്ന് അറിയില്ല, വ്യക്തമാക്കി ആകുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ട് പറയുന്നത് മുഫസ്സിറുകൾ ഇതിന് ഉദാഹരണം പറഞ്ഞ ഇരട്ട വശഫേ വൽ വത്ർ, ഇരട്ടയും ഒറ്റയും എന്നുള്ളതിന് ഉദാഹരണം പറഞ്ഞത് ഭൂമി ആകാശം, സൂര്യൻ ചന്ദ്രൻ, രാത്രി പകൽ, നരകം സ്വർഗം എന്നിങ്ങനെ പറഞ്ഞതിനടുത്ത് വിമർശിച്ചുകൊണ്ടാണ് പിന്നെ മൂപ്പരുടെ പ്രയോഗം. ഇവിടെ വശഫേ വൽ വത്ർ എന്നതിനെ 2 നിലക്ക് മുഫസ്സിറുകളെ നമ്മൾ മാറ്റി നിർത്തിയാൽ തന്നെ 2 രീതിയിൽ അതിനെ പിന്നെ കാണാവുന്നതാണ്. ഒന്ന്, ഇരട്ട എന്നത് പ്രപഞ്ച സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് ഇരട്ട എന്ന് പറഞ്ഞ സംഗതിയുണ്ട്.
അതേ അവസരം ഒറ്റ എന്ന് പറയുന്നത് ഈ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ഏകത്വത്തെ സൂചിപ്പിക്കുന്നു. ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ള. ഇനി വഷഫി വൽ വത്തർ എന്നത് അത് മാറ്റി വച്ചാലും ജബ്ബാറിൻ്റെ ഭാഷ്യമനുസരിച്ച് തന്നെ എടുക്കുക. എന്നാൽ തന്നെ പ്രപഞ്ചത്തിൻ്റെ ഘടനയിൽ അതിനുള്ള പല വസ്തുക്കളും ഒറ്റയായിട്ടുള്ള തിരിഞ്ഞിരിക്കുന്നതുണ്ട്, ഇരട്ടയായിട്ടുള്ളതുണ്ട്. അതായത് ഇരട്ട എന്ന് പറയുമ്പോൾ അതിനെ ഇണകൾ എന്നോ അല്ലെങ്കിൽ തീർത്തും വിരുദ്ധമായിട്ടുള്ള സംഗതികളെന്നോ വിവിധങ്ങളായ സംഗതികളെന്നോ ഒക്കെ വ്യാഖ്യാനിക്കാവുന്നതാണ്. ഒരു ഭാഷയിൽ ഒരു പദത്തിന്, ഒരു ഗ്രന്ഥത്തിൽ ഉപയോഗിച്ചൊരു പദത്തിന് ഇങ്ങനെയൊക്കെ വിശദീകരണം നൽകാമെന്ന് വന്നാൽ ആ യഥാർത്ഥത്തിൽ ബുദ്ധിയും തൻ്റെടും ഒക്കെ ഉള്ള കുറച്ച് യുക്തിയും ബോധമൊക്കെ ഉള്ള ആളുകൾ പറയാം അത്രയ്ക്ക് ആശയ വൈപുല്യമുള്ളതാണ് ആ പദം എന്നാണ്. ഇപ്പോൾ ജബ്ബാറിൻ്റെ കുരുട്ടുബുദ്ധി നേരെ മറിച്ചാണ് ജബ്ബാറിനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അതായത് ഇതിലൊന്നുമില്ല, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സാധാരണ ജബ്ബാർ പറയുന്ന രീതിയിൽ തന്നെ പറഞ്ഞുകൊണ്ട് അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുകയും ഖുർആനെ കൊച്ചായി കാണിക്കാനുള്ളൊരു ശ്രമമാണത്. ഇനി ഭൂമിയും ആകാശം തന്നെ ഒന്നുമില്ല എന്നാണ് മൂപ്പരുടെ വാദം. പക്ഷെ മനുഷ്യന് അവൻ്റെ നിത്യ പ്രയോഗങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഭൂമിയും ആകാശവും എന്നുള്ളത്. അപ്പോൾ ആകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശം എന്നതിന് അറബിയിൽ സമാ എന്നാണ് പറയാം. സമാ എന്ന് പറഞ്ഞാൽ ഉയർന്നത് എന്നാണ്. ഭൂവിധാനത്തിൽ നിന്ന് ഉയർന്ന എല്ലാറ്റിനും സമാ എന്ന് പറയും. അത് ആകാശം എന്ന പദത്തിൻ്റെ യഥാർത്ഥത്തിൽ ഉദ്ദേശം തന്നെയാണ്. അല്ലാതെ ആകാശം എന്നത് പഴയ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരുന്നത് പോലുള്ളൊരു ഘടനയാണ് അതിന് എന്ന് ഖുർആൻ എവിടെയും പറയുന്നില്ല. ഖുർആൻ ഒന്നാമത് ശാസ്ത്രഗ്രന്ഥമല്ല, ശാസ്ത്രം പഠിപ്പിക്കാൻ ഇറങ്ങിയിട്ടുള്ളതല്ല, അതൊരു സാൻമാർഗിക ഗ്രന്ഥമാണ്. അതിൽ ഇത്തരം സംഗതികൾ പറയുന്നത് മനുഷ്യൻ്റെ ബോധത്തെ തട്ടി ഉണർത്താൻ വേണ്ടിയുള്ള ചില ഉദാഹരണങ്ങൾ എടുത്ത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിൽ തന്നെ ഭൂമി വളരെ നിസ്സാരമായ ഒന്നാണ് എന്ന് ജബ്ബാർ പറയുന്നു. ഈ പ്രവിശാല പ്രപഞ്ചത്തെ അപേക്ഷിച്ച് ഭൂമി വളരെ വളരെ നിസ്സാരമാണ് എന്നൊരു സംഗതി ശരിയാണ്. പക്ഷേ ഭൂമിയെ വിധാനിച്ചിട്ടുള്ളത് എങ്ങനെയാണ് എന്ന് പരിശോധിച്ചാൽ അത് ജബ്ബാറിനും അറിയാത്തൊരു സംഗതിയൊന്നുമല്ല. ഏത് യുക്തിവാദിക്കും നാസ്തികനും മനസ്സിലാവുന്നൊരു സംഗതിയാണ്. ആസ്തികനെ പോലെ തന്നെ ഇന്ന് ലോകത്ത് ശാസ്ത്രം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഭൂമിക്ക് പുറമേ എവിടെയെങ്കിലും ജീവൻ്റെ തുടിപ്പ് അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഭൂമിയെ സംബന്ധിച്ച് പറയുമ്പോൾ അത് പ്രപഞ്ചത്തെ അപേക്ഷിച്ച് അത്ര നിസ്സാരമാണെങ്കിലും ഭൂമിയിൽ ജീവന് നിലനിൽക്കുവാനുള്ള, ജീവൻ്റെ ഉത്ഭവത്തിനും അത് നിലനിൽക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കി വച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഭൂമി ആപേക്ഷികമായി നിസ്സാരമാണെങ്കിലും യഥാർത്ഥത്തിൽ ഭൂമി സാരമായിട്ടുള്ള സംഗതി തന്നെയാണ്. അപ്പോൾ അതിനെ അത്ര കൊച്ചാക്കി കാണിക്കാൻ പറ്റുന്ന സംഗതിയല്ല. ഇവിടെ ജബ്ബാർ ഭൂമിയെ പറയുന്ന എന്തിനാണ്? പഴയ മുഫസ്സിറുകൾ ഇതിലെ ഇരട്ടയെ സംബന്ധിച്ച് പറയുമ്പോൾ ആകാശത്തിൽ നിന്ന് വ്യത്യസ്തമായി ഭൂമിയെ ഉദാഹരിച്ചത് കൊണ്ടാണ്. എന്നിട്ട് ആ ഭൂമിയുടെ ഈ പ്രാധാന്യത്തെ നിസ്സാരവൽക്കരിച്ചു കൊണ്ടാണ് ജബ്ബാറിൻ്റെ പോക്ക്. യഥാർത്ഥത്തിൽ ഒരു സാധനത്തെ ആപേക്ഷികമായി കാണുമ്പോൾ തന്നെ അതിനെ വസ്തുതാപരമായി കാണേണ്ടതുണ്ട്. അങ്ങനെയാണ് വിവേകശാലികളായിട്ടുള്ള ആളുകൾ ചെയ്യുക. പക്ഷേ യുക്തിവാദിയെ സംബന്ധിച്ച് വിവേകത്തിന് വലിയ അർത്ഥമൊന്നുമില്ലാത്തത് കൊണ്ട് അത്തരം ആളുകളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇവിടെ ജബ്ബാർ പറയുന്ന ഈ അർത്ഥരഹിതം എന്ന് പറയുന്ന സംഗതികളെ സംബന്ധിച്ച് ജബ്ബാറിൻ്റെ തന്നെ വിശദീകരണം അനുസരിച്ച് നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്ന സംഗതി എന്ന് പറയുന്നത്. വസ്തുതകളായി കാണുക എന്നുള്ളതല്ല, വസ്തുതകളെ എങ്ങനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അത് ഒന്നിനും കൊള്ളരുതാത്തതാണ് എന്ന് വരുത്തി തീർക്കാൻ കഴിയുമോ എന്നതാണ് ഈ യുക്തിവാദികളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ യുക്തിവാദം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണോ? എല്ലാ യുക്തിവാദികളും ഇങ്ങനെ ആവണമെന്നാണോ ജബ്ബാറിനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കണമെന്ന് നമുക്കറിയില്ല. യുക്തി എന്ന് പറയുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു നിർവചനം പറയുക സാധ്യമല്ല. കാരണം ഏതൊരു മനുഷ്യനും അവൻ്റേതായിട്ടൊരു യുക്തി ഉണ്ടാവും.
അത് നാസ്തികനെ പോലെ ആസ്തികനുണ്ട് യുക്തി. അതുകൊണ്ട് നാസ്തികൻ എങ്ങനെ ചിന്തിക്കുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും ആസ്തികൻ ചിന്തിക്കേണ്ടത്. ഇവിടെ ശഫഅ് വത്തർ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ത്തിലടങ്ങിയിട്ടുള്ള ഭിന്ന വിരുദ്ധങ്ങളായിട്ടുള്ള വസ്തുക്കൾ, വൈവിധ്യമാർന്നിട്ടുള്ള സംഗതികൾ, വസ്തുക്കൾ, പിന്നെ എല്ലാം ഇതിൽ ഉൾപ്പെടുന്നുള്ളതാണ്. അത് മനുഷ്യൻ്റെ കർമ്മത്തിലുണ്ട് ഈ ഒരു സംഗതി. അതുകൊണ്ടാണ് സൂറത്തുൽ ലൈലിൽ ഇന്ന സഅയക്കും ലശത്ത എന്ന് പറഞ്ഞത്. നിങ്ങളുടെ കർമ്മങ്ങൾ അത് വ്യത്യസ്തങ്ങളാണ്, വിവിധങ്ങളാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ വൈവിധ്യത്തിൻ്റെ ഒരു കേദാരമാണ് എന്ന വസ്തുത അംഗീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വശഫെ വൽ ബത്തർ എന്ന് പറയുന്നത് അർത്ഥരഹിതമായിട്ടുള്ളൊരു പ്രയോഗമായിട്ട് കാണാൻ കഴിയില്ല. വളരെ അർത്ഥവൈപുല്യമുള്ളൊരു പ്രയോഗമായിട്ടേ കാണാൻ കഴിയുള്ളൂ. പക്ഷേ ചിന്തയെ മറ്റെവിടെയോ പണയം വച്ച് അതിനെ ഹ്രസ്വവൽക്കരിച്ച് കുടുസാക്കി തീർക്കുന്ന ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്ന് ഇത്രയൊക്കെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ബുദ്ധിയുള്ള ആളുകൾക്ക് ഇതിൽ പിന്നെ സത്യത്തിന് വകയില്ല എന്ന് ഖുർആൻ ചോദിച്ചിട്ടുള്ളത്. ബുദ്ധിയില്ലാത്ത പിന്നെ യുക്തിവാദികളെപ്പോലെ, നിരീശ്വരവാദികളെപ്പോലെ, നാസ്തികരെപ്പോലെ ബുദ്ധിയില്ലാത്ത, ബുദ്ധി കൊടുത്ത് ആലോചിക്കാൻ സന്നദ്ധരല്ലാത്ത ആളുകളോടല്ല യഥാർത്ഥത്തിൽ ഹൽഫീദാലിക്ക ഖസമുല്ലിദി ഹിജർ, ബുദ്ധിയുള്ള ആളുകൾക്ക് ഇതിൽ സത്യത്തിന് വകയില്ല എന്ന് ഖുർആൻ ചോദിക്കണേ. ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് നിഷേധികളാണ്. ഖുർആനെ നിഷേധിക്കുന്ന ആളുകൾ പോലും അത് ശശിരകമ്പം അംഗീകരിച്ചിട്ടുള്ളൊരു സംഗതിയാണ്. അതുകൊണ്ടാണ് ഇന്ന് ജബ്ബാറിനെ പോലുള്ള ആളുകൾ ഉന്നയിക്കുന്ന ഇത്തരം ചോദ്യങ്ങൾ അന്ന് ഇസ്ലാമിൻ്റെ ശത്രുപക്ഷത്ത് നിന്നിരുന്ന അബൂജഹൽ, അബൂലഹബ് അവരൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ഈ പിന്നെ സൂറത്തിൽ പറയുന്ന പരാമർശങ്ങളുമൊക്കെ. അവരാരും ഇതിനെ ചോദ്യം ചെയ്യാതെ പോയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? അവർക്ക് ഇവരെക്കാളൊക്കെ ബുദ്ധി ഉണ്ടായിരുന്നു, തൻ്റെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരതിനെ ചോദ്യം ചെയ്തില്ല. അതവർ വിശ്വസിച്ചില്ല എന്നുള്ളത് അവരുടെ ബുദ്ധിമോശം കൊണ്ടും അവരുടെ ധിക്കാര മനസ്സുകൊണ്ടും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പിന്നെ കുടുംബപരമായിട്ടുള്ള വിരോധവും വിദ്വേഷവും അസൂയയും ഒക്കെ അതിന് പ്രചോദകമായിട്ടുണ്ട് എന്നുള്ളത് അബൂലഹലിൻ്റെ തന്നെ വാക്കുകളിൽ നിന്ന് പിന്നെ മനസ്സിലാക്കാവുന്ന സംഗതിയേ ഉള്ളൂ. ഈ കഅബയുടെ പിന്നെ ഉത്തരവാദിത്വം, അതുപോലെ തന്നെ ദാറുൻ നദവയുടെ ഉത്തരവാദിത്വം, ഇതൊക്കെ ബനു അബ്ദു മനാഫിൻ്റെ കയ്യിലാണുള്ളത്. ഇനിയിപ്പോൾ ഈ നുബുവത്ത് കൂടി അവരുടെ കയ്യിലാണെങ്കിൽ പിന്നെ നമ്മൾക്കെന്താണുള്ളത് എന്നാണ് അബൂജഹൽ ചോദിച്ചത്. അപ്പോൾ ഈ ഒരു ഗോത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള പിന്നെ കുശുമ്പാണ് യഥാർത്ഥത്തിൽ അന്നത്തെ നിഷേധികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അകറ്റി നിർത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾ പോലും ഇത്തരം ഖുർആനിലെ ചോദ്യങ്ങളെ അല്ലെങ്കിൽ പരാമർശങ്ങളെ അവർ നിഷേധിക്കുകയോ എതിർക്കുകയോ ചെയ്തിട്ടില്ല. അവരാകപ്പാടെ പറഞ്ഞത് ഇത് മുഹമ്മദ് കൊണ്ടുവരുന്നതാണ്, അള്ളാഹിൻ്റെ പേരിൽ കെട്ടിപ്പറയാണെന്നുള്ളത് മാത്രമാണ്. ജബ്ബാർ പറയണ മാതിരി തന്നെ. അപ്പോഴും അവർ പിന്നെ സ്വകാര്യമായിട്ട് ഇതിൻ്റെ വശ്യതയെയും ഇതിൻ്റെ അമാനുഷികതയെയും അവർ സമ്മതിച്ചിരുന്നു എന്നുള്ളതാണ് വലീദിൻ്റെ വാക്ക്. ഖുർആനെ സംബന്ധിച്ച് വലീദ് പറഞ്ഞിട്ടുള്ള വാക്കുകളിൽ നിന്ന് ഒരു ബുദ്ധിയുള്ള മനുഷ്യന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന സംഗതി എന്ന് പറഞ്ഞു. പക്ഷേ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുയുക്തിയാണുള്ളത് എന്നതുകൊണ്ട് അവർ ഈ വസ്തുതകളൊന്നും അംഗീകരിക്കാൻ സന്നദ്ധരാവില്ല എന്നുള്ളതാണ്.